നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് പ്രസാദം കിട്ടുന്നു. കുങ്കുമം, ചന്ദനം, ഭസ്മം. ഓരോ ക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രത്തിലാണ് കുങ്കുമം കിട്ടുക. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ചന്ദനവും ഭസ്മവും കിട്ടും, പുഷ്പങ്ങളും കിട്ടും. ഈ പ്രസാദം നമ്മൾ എന്ത് ചെയ്യും? പലരും ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കിട്ടുമ്പോൾ, തീർത്ഥം കിട്ടുമ്പോൾ എപ്പോഴും സാധാരണ ക്ഷേത്രങ്ങളിൽ അകത്ത് വെച്ച് തീർത്ഥം കൊടുക്കില്ല. തീർത്ഥം കിട്ടുമ്പോൾ നിലത്ത് വായിലേക്ക് മുട്ടിക്കാതെ നമ്മൾ ഒഴിക്കണം. തീർത്ഥം അത് ഒഴിച്ച് ബാക്കി തലയിൽ ഒഴിക്കുക, അങ്ങനെ ചെയ്യണത്. പ്രസാദം നമ്മൾ എടുത്ത് തൊടുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വേണം തൊടാനായിട്ട്. താഴെ വീഴാൻ പാടില്ല, അവിടെ അശുദ്ധമാക്കാൻ പാടില്ല, നിർമാല്യമാക്കാൻ പാടില്ല. നിർമാല്യമാണല്ലോ ഈ പ്രസാദം. ഈ പ്രസാദം നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റിയിട്ട് തൊടുന്നു, ചന്ദനം തൊടുന്നു, പ്രസാദവും കുങ്കുമൊക്കെ തൊടുന്നു. ഈ ബാക്കി ഇത് മുഴുവൻ തൊടാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ള പ്രസാദം എന്ത് ചെയ്യും? ബാക്കിയുള്ള പ്രസാദം ഒന്നുകിൽ അവിടെ ചെടികളുണ്ടാവും, ഈ പ്രസാദം ഇടുന്ന സ്ഥലം ഉണ്ടാവും. പ്രസാദം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ മിക്ക അമ്പലത്തിലും ഉണ്ട്. ഇപ്പോൾ തൊട്ട ശേഷം പ്രസാദം ഇട്ടോളൂ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആരും ചവിട്ടാതെ എടുത്തിടണം. പൂജാമുറി സാധാരണ പ്രസാദം വയ്ക്കാറില്ല. പൂജാമുറി എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമാണത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? നമ്മൾ സാധാരണ ആരും ചവിട്ടാതെ എടുത്താണ് എടുത്തത്. ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ ഒരു തണുപ്പുണ്ടാവും നമുക്ക്. ശരിയായ ചന്ദനം തൊട്ടാൽ നമ്മുടെ ഈ ആജ്ഞാചക്രത്തിലാണ് ചന്ദനം തൊടുന്നത്. ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുരുകത്തിൻ്റെ നടുക്കുള്ളതാണ് ആജ്ഞാചക്രം. ഈ ആജ്ഞാചക്രത്തിലാണ് നമ്മൾ ചന്ദനം തൊടുക. ചന്ദനം തൊട്ടുമ്പോൾ തണുപ്പുണ്ടാവും. ഈ തണുപ്പ് നമ്മുടെ സപ്ത നാഡികളെയും എല്ലാ ഞരമ്പുകളെയും നമ്മളെ ഒരു കുളിർമുണ്ടാക്കുന്നു, ഒരു തണുപ്പുണ്ടാക്കുന്നു. അതുപോലെ ഭസ്മം തൊടുമ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹമാണ് ഉണ്ടാകുന്നത് ഭസ്മത്തിന്. കുങ്കുമം കിട്ടിക്കഴിഞ്ഞാൽ സുമംഗലികളാണെങ്കിൽ നിറയിൽ തൊടും, താരീവം തൊടും. എന്തിനാണ്? ഭർത്താവിന് സ്വഭാവവും ആയുസ്സും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഒരു സ്ത്രീയുടെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീ എപ്പോഴും ഒരു പുരുഷനെ തൊട്ട് അടുത്ത് തന്നെയാണുള്ളത്. എപ്പോഴും ഒരു പുരുഷൻ്റെ സംരക്ഷണം എപ്പോഴും സ്ത്രീക്ക് കൂടിയേ തീരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്.